ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അലീനയും മനുവും കൂടെ കാറിൽ വീട്ടിലേക്ക് പോവുകയാണ്. അവർ ബാലേന്ദ്രൻ്റെ അവസ്ഥയെപ്പറ്റി സംസാരിക്കുകയാണ്. അലീന പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് പോകുന്ന വരെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പോകുന്നതിന് മുമ്പ് ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് സാർ ഉച്ചയ്ക്ക് വന്നിട്ട് ഊണ് കഴിക്കാനിരുന്നു, പിന്നെ കറിയൊക്കെ എൻ്റെ പാത്രത്തിലും വിളമ്പി തന്നു, എന്നിട്ട് കത്രിക എടുത്തുകൊണ്ട് വരാനൊക്കെ പറഞ്ഞു. ആ ഇൻസിഡൻ്റൊക്കെ പറയുവാണ് കേട്ടോ, അലീന കരഞ്ഞതും ബാലേന്ദ്രൻ ആശ്വസിപ്പിച്ചതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് റൂമിലേക്ക് വന്നപ്പോഴേക്ക് സാർ ആകെ ദേഷ്യത്തിലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം റൂമിൽ കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നു. പിന്നെ സാറിനെ കണ്ടില്ലെന്ന് പറയണം. അപ്പോൾ മനു പറയുന്നുണ്ട് സാറിന് പെട്ടെന്ന് എന്തോ, അതായത് നമ്മുടെ അങ്കിളിന് പെട്ടെന്ന് എന്തോ ഒരു ദേഷ്യം ഉണ്ടായി, ആ ഒരു ദേഷ്യത്തിലാണ് ഇറങ്ങിപ്പോയത്. വല്ല ബിസിനസ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ആൻറ്റിയോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. രോഹിത്തായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്യില്ലെന്ന് ഇങ്ങനെ മനു പറയുവാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് പോയിട്ട് വന്നിട്ടാണെങ്കിലും മുത്തശ്ശിയോടും എന്നോടൊക്കെ ഒരുമാതിരി രീതിയിൽ സംസാരിച്ച് ഭയങ്കര ദേഷ്യമായിരുന്നു. മദ്യക്കുപ്പിയായിട്ട് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി. പിന്നെ അകത്ത് പോയി ഇരുന്നും കുടിച്ചു. പിന്നെ ഞാൻ റൂമിലേക്ക് ചെന്നപ്പോഴേക്കും ഒരു തോക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആരെയോ കൊല്ലാനൊക്കെ എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട് ശരിയാണ്, അങ്കിളിന് ഒരു പിസ്റ്റലുണ്ട്, ലൈസൻസ് ഉള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരങ്ങനെ സംസാരിക്കുകയാണ്. അലീന ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ ഭയങ്കരമായിട്ട് സാറിന് വിഷമമൊന്നും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുവാണ്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലീന മനുവിനോട് പറയുന്നുണ്ട് രോഹിത്തിനെ വിളിച്ച് പറയണേന്ന്. അപ്പം രോഹിത്തിനെ വിളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് മനു ഫോൺ എടുക്കുന്നുണ്ട്. അലീന വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ മനു രോഹിത്തിനെ വിളിക്കുകയാണ്. രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് നീയും അങ്കിളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അങ്കിള് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നീയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് ഇല്ല, അങ്ങനെയൊന്നും ഇല്ലൊരു പ്രശ്നമില്ലെന്ന്. അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് നീയെങ്കിലും വേഗം ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, അങ്കിൾ ഹോസ്പിറ്റലൈസ്ഡ് എന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ രോഹിത്തിന് അത് കേട്ടിട്ട് തീരെ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടൊന്നും ഇങ്ങനെ രോഹിത്ത് തിരികെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിൻ്റെ അച്ഛൻ അവിടെ കിടന്നിട്ട് നിനക്ക് അറിയേണ്ടടാ എന്ത് പറ്റിയതാണ്, എവിടെയായിരുന്നു അച്ഛൻ ഇത്രയും ദിവസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എന്തിനാണെന്ന് ഇങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ എല്ലാം അടുത്തിരിക്കുമെന്ന് രോഹിത്ത് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് വിതച്ചതേ കൊയ്യൂ, നിൻ്റെ കാട്ടിക്കൂടുതലുകൾക്കുള്ള ഫലമാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മനു ചോദിക്കുന്നുണ്ട് നീ കഞ്ചാവ് വലിക്കാറുണ്ടോ എന്ന് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് ഇനി അതും കൂടെ എൻ്റെ തലയിൽ വെച്ച് കെട്ടെന്ന് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് മനു ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ അച്ഛനവിടെ കിടന്നിട്ട് എന്താണെന്നറിയാൻ താല്പര്യമില്ലല്ലേ, കൊള്ളാം, എന്തായാലും നിൻ്റെ തന്ത ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലൈസ്ഡാണ്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നും പറഞ്ഞ് മനു ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. പിന്നീട് മനു നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി പോവുകയാണ്. മുത്തശ്ശി അവിടെ കിടക്കുന്നുണ്ട്. മുത്തശ്ശിയോട് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട, അങ്കിളിനൊരു കുഴപ്പവും ഇല്ലെന്ന് ഇങ്ങനെ മനു പറയുവാണ് കേട്ടോ. അപ്പം മുത്തശ്ശി പറഞ്ഞു അലീന പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. അപ്പം മനു ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ലെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, കുഴപ്പങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ഇവളിവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, അവനിവിടെ ഇരുന്ന് കള്ളു കുടിച്ചപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെ അലീനേനെ മുത്തശ്ശി ഇങ്ങനെ കുറച്ച് പൊക്കി പറയുവാണ് കേട്ടോ, അലീനയെ രക്ഷപ്പെടുത്തി എന്ന രീതിയിൽ. എന്നിട്ട് നമ്മുടെ മനു പറയുന്നുണ്ട് ഡോക്ടർമാരൊക്കെ പറഞ്ഞായിരുന്നു അലീന കാരണം രക്ഷപ്പെട്ടെന്ന് മനുവും കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ആ വൈജ ഇവളിവിടെ നിർത്താൻ സമ്മതിച്ചാൽ മതിയായിരുന്നു, വൈജയ്ക്ക് അങ്ങനെയുള്ളെങ്കിലും ഇവരോടുള്ള ദേഷ്യം ഒന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല, ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ തന്നെ എന്നെ പറഞ്ഞു വിട്ടു, അവിടെ നിൽക്കുന്നത് പോലും ഇഷ്ടമായില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുവാണ്. അല്ല മുത്തശ്ശിയോട് ഇങ്ങനെ അലീന പറയുവാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആണോടാ എന്ന് മനുവിനോട് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് അതെ, ആൻറ്റിക്ക് അലീന അങ്കിളിനെ രക്ഷപ്പെടുത്തിയത് തീരെ ഇഷ്ടമായില്ല, അതിൽ നല്ലത് അങ്കിൾ അവിടെ കിടന്ന് മരിക്കുന്നതാണെന്നാണ് ആൻറ്റി പറയാതെ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുവാണേ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അവളെന്താ ഇങ്ങനെ, അവൾക്കൊരു നന്ദി സ്നേഹമൊന്നും ഇല്ല എന്ന രീതിയിലൊക്കെ നമ്മുടെ വൈജയനെ ഒരുപാട് മോശമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ ഇത് കാര്യമാക്കണ്ടെന്നൊക്കെ അലീനയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അലീനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അലീന പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോകാനിരുന്നതാണ്, സാറ് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന, ലേറ്റായി, ഞാൻ എല്ലാവരുടെയൊക്കെ യാത്ര പറഞ്ഞതാ, ഇനി എന്തായാലും സാറ് സുഖപ്പെട്ട് വരുമല്ലോ, ഞാൻ നാളെ തന്നെ പൊക്കോട്ടെ എന്ന് മനുവിനോട് ഇങ്ങനെ അലീന പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട് സാറൊന്ന് ഓക്കെ ആയിട്ട് പോവാം, എന്തായാലും 2 ആഴ്ച കഴിയും സാറിനെ ഡിസ്ചാർജ് ചെയ്യാൻ, 2 ആഴ്ച നീ ഇവിടെ നിൽക്കുമെന്ന് പറയുവാണ്. അപ്പോൾ മുത്തശ്ശി അലീനോട് പറയുന്നുണ്ട് നീ പോകണം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും മാറ്റി മോളെ, കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കുന്ന ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട് 2 ആഴ്ച എന്തായാലും ആൻറ്റിയുടെ ശൈലി ഉണ്ടാവില്ല, ഇങ്ങോട്ട് വരില്ലെന്ന് പറയുവാണ്. അപ്പോൾ അലീന ഇടയ്ക്കിടയ്ക്ക് വരില്ലേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും, അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം, ഞാൻ ആൻറ്റിക്ക് നല്ല മറുപടി കൊടുക്കാറുണ്ട്, അത് ആൻറ്റി ആയാലും അമ്മയായാലും ഒക്കെ ഞാൻ നന്നായിട്ട് മറുപടി കൊടുക്കുമെന്ന് ഇങ്ങനെ മനു പറയുവാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട് ഞാനുണ്ടല്ലോ കൂടെ, നീ പേടിക്കേണ്ടെന്ന് അലീനയോട് ഇങ്ങനെ സംസാരിക്കുവാണ് കേട്ടോ.
അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രോഹിത്ത് നമ്മുടെ ബാലേന്ദ്രനെ കാണാൻ വേണ്ടി വണ്ടിയിൽ ബൈക്കിൽ ഇങ്ങനെ വരുവാണ് കേട്ടോ, ബുള്ളറ്റിൽ. അപ്പോൾ ഹരി ഒരു കടയിൽ നിന്ന് സോഡ സർവത്ത് എന്തോ വാങ്ങി കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രോഹിത്തും ഹരിയും കൂടെ ബാലേന്ദ്രന് അറ്റാക്ക് വന്ന കാര്യം പറയുവാണ്. നീ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ രോഹിത്ത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹരി പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല, എന്നെ കണ്ടാൽ നിൻ്റെ അച്ഛന് അറ്റാക്ക് കുറച്ചുകൂടെ കൂടും, നീ അധികം കാണണ്ടെന്നൊക്കെ പറഞ്ഞ് പരസ്പരം ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രോഹിത്ത് പറയുന്നുണ്ട്, നീ കൂടുതൽ ആളാകുമോ ഒന്നും ആക്കുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ രോഹിത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ വൈജയന്തി ഗംഗാധരനെ, അതായത് വൈജയുടെ ചേട്ടനെ വിളിച്ച് സംസാരിക്കുവാണ്. ഞാൻ 2 കാര്യം പറയാനേ വിളിച്ചെന്ന് പറഞ്ഞിട്ട് പറയുവാണ്. ബാലേന്ദ്രൻ തിരികെ വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു എന്നൊക്കെ പറയുവാണ്. അതെന്താണ് കാരണം എന്നിങ്ങനെ തിരക്കുന്നുണ്ട് കേട്ടോ, അഭിനയിക്കുവാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് വൈജയന്തി 2 ദിവസം കംപ്ലീറ്റ് കള്ളുകൂടിയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇങ്ങനെ വൈജയന്തി കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൈജയുടെ ആങ്ങള ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ ബാലേന്ദ്രനെ കണ്ടില്ലായിരുന്നോ, സംസാരിച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ ബാങ്കിലായിരുന്നു വന്നപ്പോഴേക്കും, അപ്പോഴാണ് ഈ സംഭവം നടന്നത്, ഇവിടെ എത്തിയിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, അകത്തേക്ക് കയറ്റിയില്ലെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്ക് 3 ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ആവശ്യ സമയത്ത് ഒരാളെ അടുത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട് വൈജയുടെ ആങ്ങള, ഞങ്ങൾ അധികം വൈകാതെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്, അമ്മേനെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നാളായി എന്ന് പറയുവാണ്. അപ്പോൾ വൈജ ശരി വേഗം വാ, ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഗംഗേട്ടനും കോൾ അങ്ങനെ കട്ട് ചെയ്യുകയാണ്. പിന്നീട് വൈജയുടെ അടുത്തേക്ക് രോഹിത്ത് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങനെയുണ്ടമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അറിയാൻ കഴിയുള്ളൂ, നീ എങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടൻ വിളിച്ച് പറഞ്ഞാന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഇങ്ങനെ ആവാൻ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ്റെ ഹെൽത്ത് ഓക്കെ ആയിരുന്നു, കള്ള് കുടിച്ചിട്ട് ഇങ്ങനെ ആയതാന്നിങ്ങനെ വൈജ പറയുവാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ തന്നെ വലിയ കാര്യമാണല്ലോ, വലിയ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ആവാലോ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഓ അച്ഛനിപ്പോൾ ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് നീ നല്ലവനാവാനങ്ങ് നോക്കണം, നീ ചെയ്ത തെറ്റെന്നും തെറ്റ് തന്നെയാന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നിങ്ങൾ രക്ഷിതാക്കളല്ലേ, നിങ്ങൾ വിഗ്രഹങ്ങളാണ്, നിങ്ങൾ ഒരിക്കലും തെറ്റ് പറ്റാൻ പാടില്ലാത്തവരാന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് വൈജ നീ എന്തിനേയും കൊണ്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ കാര്യം അറിയാനാന്ന് പറയും. അപ്പോൾ ഇപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ലെന്ന് അറിയുമ്പോഴേക്കും രോഹിത്ത് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, 5 മണിയാകുമ്പോൾ കാണാമെന്ന് പറയുമ്പോൾ ഞാനൊന്നും വന്നില്ല, കാണുന്നില്ല, അമ്മ പറഞ്ഞേക്ക് അച്ഛൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാടാന്ന് പറയുമ്പോൾ കുഴപ്പമില്ലമ്മേ, കേട്ടറിഞ്ഞ കാര്യങ്ങളും വരും, അമ്മയ്ക്ക് ആരെങ്കിലും കൂട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. വൈജയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. രോഹിത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോയി, നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈജയുടെ ആങ്ങള ഗംഗേട്ടനും പുള്ളിക്കാരൻ്റെ വൈഫും കൂടി ഡിസ്കസ് ചെയ്യുവാണ്, നമ്മൾ നാട്ടിലേക്ക്, അതായത് വൈജയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ആ വീട്ടിലില്ലല്ലോ, തൽക്കാലം നമുക്ക് അവിടെ തന്നെ നിൽക്കാം, 2 ആഴ്ച അവിടെ നിൽക്കണം, ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്നവരെ അവിടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് കേട്ടോ അവർ. എന്നിട്ട് അവർ വൈജയുടെ ഒരു അവസ്ഥയെപ്പറ്റി പറയുവാണ്, ബാലേന്ദ്രൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ, ഡിവോഴ്സ് ചെയ്യുമോ വൈജയനെന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.